എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. എനിക്ക് പുറത്തു പോകുമ്പോൾ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഗ്രിൽഡ് പൈനാപ്പിൾ. ചിക്കൻ മാത്രമല്ല, ഗ്രിൽഡ് പൈനാപ്പിളും നല്ലൊരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറായിട്ട് മാത്രമല്ല, നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ വരെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഗ്രിൽഡ് പൈനാപ്പിൾ. അപ്പോൾ ഇതുവരെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാത്തൊരു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് BBQ Nation സ്റ്റൈലിൻ്റെ ഗ്രിൽഡ് പൈനാപ്പിളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് BBQ Nationലെ ഗ്രിൽഡ് പൈനാപ്പിളാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ ഒരു പ്രയാസം ഇത് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതും എളുപ്പം എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് പീസസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാടുകൂടിയില്ല. അപ്പോൾ ടോപ്പും ബോട്ടും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സൈഡൊക്കെ ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതിൻ്റെ ആ സ്പൈക്സ്, ആ മുള്ളൊന്ന് മുറിച്ച് മാറ്റി കളയണം. അതിനായിട്ട് നമുക്കിതുപോലെ ഡയഗണലി കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ സ്പൈക്സ് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിന്ന് റൗണ്ടായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമുക്ക് കടയിൽ അല്ലെങ്കിൽ BBQ Nationലൊക്കെ നീളത്തിൽ അല്ലെങ്കിൽ ക്യൂബ്സൊക്കെ ആയിട്ടാണ് ഗ്രില്ല് ചെയ്ത് കിട്ടുന്നത്. നമ്മളിന്ന് എന്തായാലും സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് സ്ലൈസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നടുവിലുള്ള കട്ടിയുള്ള ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് നൈഫ് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ ഞാനിന്ന് കാണാനൊരു ഭംഗിക്ക് ഇതുപോലെ ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ സിനമൺ പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ, കുറച്ചുകൂടെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, അരമുറി നാരങ്ങയുടെ നീരും, 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കെച്ചപ്പും ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി നല്ലപോലെ മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒന്നെങ്കിലും ഓവർനൈറ്റ് നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അതിനുശേഷമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. തവയിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ദോശക്കല്ല് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ചെറിയ പീസ്, ഒരു ടേബിൾ സ്പൂണിൽ കൂടുതലായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തവ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. മസാല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഷുഗറൊക്കെ ചേർത്തയാണല്ലോ, അപ്പോൾ അത് ഒരുപാട് കരിയുവാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മളിത് തിരിച്ചിടണം. 1-2 പ്രാവശ്യമൊക്കെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇതുപോലെ വിതറി കൊടുക്കാം, ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് പിന്നെയും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറൊക്കെ ആയി നല്ല ഗ്രിൽഡായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.